بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണത്തിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഏറ്റവും നല്ല രീതിയിൽ കണ്ടുമുട്ടുന്ന മുവഹിദീങ്ങളുടെ കൂടെ, മുത്തഖീങ്ങളുടെ കൂടെ അള്ളാഹു നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഒരുമിച്ച് കൂടിയത്, ആ ലക്ഷ്യം ഏറ്റവും നല്ല രീതിയിൽ ഇഖ്ലാസോടെ പൂർത്തീകരിക്കാനും ആ അമല് നാളെ ആഖിറത്തിൽ നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന അമലായി അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഒരു ഇരുത്തത്തിൽ ഉദ്ദേശിക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ അൽ ഖവാഇദുൽ അർബഅ എന്നൊരു കിതാബ് മുഴുവനായും വായിച്ചു തീർക്കാനാണ്. ചെറിയൊരു റിസാലയാണ്, ചെറിയൊരു കിതാബാണ്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ശിർക്കിനെതിരെ കഠിനമായ രീതിയിൽ യുദ്ധം പ്രഖ്യാപിച്ച ഒരു പണ്ഡിതനാണ്. ഏതൊക്കെ രീതിയിൽ ശിർക്കിനെതിരെ സംസാരിക്കാൻ എഴുതാനും പറ്റോ ആ രീതിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരിശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു കിതാബിൽ പ്രധാനപ്പെട്ട 4 അടിസ്ഥാനങ്ങളാണ് പറയുന്നത്. ശിർക്കിനെ മനസ്സിലാക്കാനും അതിൽ നിന്ന് മാറി നിൽക്കാനും കഴിയുന്ന 4 അടിസ്ഥാന കാര്യങ്ങൾ. അദ്ദേഹം ഹിജ്റ 1115 ജനിക്കുന്നത്. അതുപോലെ തന്നെ ഹിജ്റ 1206 അദ്ദേഹം വഫാത്താവുകയും ചെയ്തു. അദ്ദേഹം കിതാബ് ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സാധാരണ പണ്ഡിതന്മാരുടെ രീതിയാണ്, അവരൊരു ഗ്രന്ഥരചന അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു രീതിയിൽ എന്തെങ്കിലും എഴുതി രേഖപ്പെടുത്തുമ്പോൾ അത് ബിസ്മി കൊണ്ടാണ് അവർ ആരംഭിക്കുക. ഖുർആനിലെ ഓരോ സൂറത്തുകളും ബിസ്മി കൊണ്ട് ആരംഭിക്കുന്നത് പോലെ അദ്ദേഹം ഈ കിതാബ് ആരംഭിക്കുന്നത് അത് വായിക്കുകയും അത് പഠിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുകൊണ്ടാണ്. ആ ദുആ അസ്അലുല്ലാഹൽ കരീം റബ്ബൽ അർശിൽ അലീം. അസ്അലുല്ലാഹൽ കരീം, അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു. റബ്ബൽ അർശിൽ അലീം, മഹത്തായ അർശിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു. അയ്യതവല്ലാക ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നിന്നെ ഏറ്റെടുക്കട്ടെ. അത് വായിക്കുന്ന ആൾക്കാർക്കുള്ള ദുആ ആണ്, അഥവാ ഇന്ന് നമുക്കുള്ള ദുആ ആണിത്. അള്ളാഹു സ്വീകരിക്കട്ടെ. അയ്യതവല്ലാക ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ഏറ്റെടുക്കട്ടെ. വ അയ്യജഅലക, അല്ലാഹു നിന്നെ ആക്കട്ടെ. മുബാറകൻ ഐനമാ കുന്ത, നീ എവിടെയാണെങ്കിലും അല്ലാഹു നിന്നെ ബർക്കത്തുള്ളവനാക്കട്ടെ. പണ്ഡിതന്മാർ ആ വാക്കിനെ വിശദീകരിച്ചു. ബർക്കത്തുള്ളവൻ. ഈസാ നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, വജഅലനി മുബാറകൻ ഐനമാ കുന്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ എവിടെയാണെങ്കിലും എന്നെ ബർക്കത്തുള്ളവനാക്കി. പണ്ഡിതന്മാർ ആ വാക്കിനെ വിശദീകരിച്ചു, മുഅല്ലിമൻ ലിൽ ഖൈർ. ആ ബർക്കത്തുള്ള വ്യക്തി എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താണ്? മുഅല്ലിമൻ ലിൽ ഖൈർ, ഖൈർ പഠിപ്പിക്കുന്നവൻ. അഥവാ ഞാൻ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ദുനിയാവിൻ്റെ ഏത് മേഖലയിലാണെങ്കിലും ഞാൻ ആരായിരിക്കണം? മുഅല്ലിമൻ ലിൽ ഖൈർ, ഖൈർ പറഞ്ഞു കൊടുക്കുന്ന ആളായിരിക്കണം, നന്മ പറയുന്ന ആളാകണം.
ദാഇയൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവനാകണം. മുദക്കിറൻ ബിഹി, അള്ളാഹുവിനെ പറ്റി ഓർമ്മിപ്പിക്കുന്നവനാകണം. മുറഗിബൻ ഫി തആതിഹി, അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നവനാകണം. അതാണ് ബർക്കത്തുള്ളവൻ. അപ്പൊ അദ്ദേഹം ഷെയ്ഖ് നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ, വഅൻ യജഅലക മുബാറകൻ ഐനമാ കുൻത, നീ എവിടെയാണെങ്കിലും അള്ളാഹു നിന്നെ ബർക്കത്തുള്ളവനാക്കട്ടെ, അഥവാ ഈ പറയുന്ന വിശേഷണങ്ങളുള്ള ഒരാളാക്കി തീർക്കട്ടെ. അപ്പോൾ എവിടെയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹിനെ പറ്റി പറയുക, അള്ളാഹിനെ ഓർമ്മിപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, നന്മകൾ ബാക്കിയാക്കുക, നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കുക. അങ്ങനെയുള്ള ഒരാളാക്കി അള്ളാഹു നിന്നെ തീർക്കട്ടെ. രണ്ടാമത്തെ ദുആ, വഅൻ യജഅലക മിമ്മൻ ഇദാ ഉഅതിയ ശകർ, വഅൻ യജഅലക, അള്ളാഹു നിന്നെ ആക്കട്ടെ, മിമ്മൻ ഇദാ ഉഅതിയ ശകറ, എന്തെങ്കിലും ഖൈറുകൾ നൽകപ്പെട്ടാൽ അതിന് നന്ദി ചെയ്യുന്നവനാക്കട്ടെ. 3 കാര്യങ്ങളാണ് അദ്ദേഹം ദുആ ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും നന്മകൾ നൽകപ്പെട്ടാൽ അതിൽ ശുക്ർ ചെയ്യുന്നവനാക്കട്ടെ. അപ്പം നമുക്കൊരു നന്മ ഒരു നന്മ കിട്ടി ജീവിതത്തിൽ, നമുക്ക് നൽകുന്നവൻ, നിഅമത്ത് നൽകുന്ന അല്ലാഹുവാണ്. അപ്പം നമ്മൾ ശുക്റുള്ളവനാകണം. എങ്ങനെയാ ശുക്ർ കാണിക്കുക? ഒന്ന്, ആ നിഅമത്ത് നൽകിയ അല്ലാഹുവിൻ്റെ മുമ്പിൽ പൂർണ്ണമായിട്ടും കീഴൊതുങ്ങുക. 2, വഹുബ്ബുഹു ലഹു, ആ നിഅമത്ത് നൽകിയവനെ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക. അടുത്തത്, അള്ളാഹു നൽകിയ നിഅമത്തുകൾ അംഗീകരിക്കുക. പൂർണ്ണമായി എനിക്ക് കിട്ടിയ എല്ലാ നിഅമത്തുകളും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അള്ളാഹു നൽകിയതാണെന്ന് അംഗീകരിക്കുക, അതിനെ പുകഴ്ത്തി പറയുകയും ചെയ്യുക. വഅല്ലാ യസ്തഅമിലഹ ഫീമാ യക്റഹ്, അള്ളാഹു വെറുക്കുന്ന കാര്യത്തിൽ അതുപയോഗിക്കാതിരിക്കുക. നമുക്ക് നൽകിയ സമയം, നമ്മുടെ ആരോഗ്യം, എല്ലാ നിഅമത്തുകളും, അതിനുള്ള ശുക്ർ എന്താണ്? ഇതൊക്കെ അള്ളാഹിൻ്റെ ഭാഗത്തുള്ള നിഅമത്താണ് എന്നുള്ളൊരു ഓർമ്മയും അതിനെപ്പറ്റി അള്ളാഹിൻ്റെ മുമ്പിൽ അംഗീകരിക്കുകയും അത് പുകഴ്ത്തി പറയുകയും അത് അള്ളാഹു വെറുക്കുന്ന കാര്യത്തിൽ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ദുആ, ഇദാ ഉഅതിയ ശകർ, എന്തെങ്കിലും നൽകപ്പെട്ടാൽ ശുക്റുള്ളവനാകാൻ ദുആ ചെയ്തു. അടുത്തത്, വഇദാ ബുതുലിയ സബറ, പരീക്ഷിക്കപ്പെട്ടാൽ ക്ഷമിക്കുന്നവനാക്കാം. അപ്പം അദ്ദേഹം നമുക്ക് വേണ്ടി ദുആ ചെയ്യണം, പരീക്ഷിക്കപ്പെട്ടാൽ ക്ഷമിക്കുന്നവനാക്കാം. അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണം, അതിൽ ക്ഷമിക്കുക എന്നുള്ളത് വലിയ തൗഫീഖാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ പ്രത്യേകം ചില അടിമകൾക്ക് നൽകുന്ന ഒരു വിശേഷണമാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ ക്ഷമ കൈകൊള്ളുക എന്നുള്ളത്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഇളമൽ ജസാഇ മഅ ഇളമിൽ ബലാ, വലിയ പ്രതിഫലം എന്നുള്ളത് അത്രയും കഠിനമായ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും, അള്ളാഹു ഒരു സമൂഹത്തെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു ആ സമൂഹത്തെ പരീക്ഷിക്കും. എല്ലാ രീതിയിലുള്ള പരീക്ഷണം ഉണ്ടാവും. ഫമൻ റളിയ ഫലഹുൽ റിള, ആ പരീക്ഷണത്തിൽ പതറാതെ അള്ളാഹിൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് ആരാണോ, ഫലഹുൽ റിള, അവൻ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള തൃപ്തിയുണ്ട്. വമൻ സഖിത ഫലഹുസ് സഖ്ത്, ആരെങ്കിലും അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ ദേഷ്യം പിടിച്ച് മാറി നടന്നാൽ, ദീനിൽ നിന്നും പിന്തിരിഞ്ഞ് നടന്നാൽ, ഫലഹുസ് സഖ്തു, അള്ളാഹിൻ്റെ ഭാഗത്തു നിന്ന് അവന് കോപമുണ്ടാവും. അടുത്തത്, വഇദാ അദ്നബ ഇസ്തഗ്ഫർ, മൂന്നാമത്തെ കാര്യം, വഇദാ അദ്നബ ഇസ്തഗ്ഫർ, അള്ളാഹു നിന്നെ തെറ്റ് ചെയ്താൽ പെട്ടെന്ന് ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരുടെ കൂട്ടത്തിൽ നിന്നെ അള്ളാഹു ആക്കട്ടെ. നമുക്ക് വേണ്ടിയുള്ള ദുആണ്. അപ്പം തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യുക? ഇസ്തിഗ്ഫാർ ചെയ്ത് പെട്ടെന്ന് മടങ്ങുക. അത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിച്ചിട്ടുള്ളത്. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞ വാക്കാണ്. മനുഷ്യ സഹജമായിട്ട് എന്ത് ചെയ്യും? തെറ്റുകൾ സംഭവിക്കും ജീവിതത്തിൽ, എല്ലാവരുടെ ജീവിതത്തിൽ. മാസൂമല്ലാത്ത അല്ലാഹുവിൻ്റെ പ്രവാചകൻ ഒഴികെ മറ്റെല്ലാവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? തെറ്റുകളും അബദ്ധങ്ങളും സംഭവിക്കും.
വഇദാ ഫഅലു ഫാഹിഷതൻ, അവർ ഒരു മോശത്തരം ചെയ്താൽ, ദക്കറുല്ലാഹ് ഔ ളലമു അൻഫുസഹും, അല്ലെങ്കിൽ സ്വശരീരത്തോട് അക്രമങ്ങൾ കാണിച്ചാൽ, അഥവാ അള്ളാഹിനോട് ധിക്കാരം കാണിച്ചാൽ, ദക്കറുല്ലാഹ, പെട്ടെന്ന് അവർക്ക് അള്ളാഹിനെ ഓർമ്മ വരും. അള്ളാഹിനെ ഓർമ്മ വരും. തെറ്റ് ചെയ്താൽ അള്ളാഹുവിന് ഓർമ്മ വരും. ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, ചെയ്ത തെറ്റിന്റെ പേരിൽ അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ അവരുടെ പാപങ്ങൾ മാപ്പാക്കുന്നവനാരാണ്? അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഈ 3 രീതിയിലുള്ള ദുആ ഷേഖ് നടത്തി. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫഇന്ന ഹൗലാഇ സലാസ, ഈ 3 കാര്യങ്ങൾ ഏതൊക്കെ? എന്തെങ്കിലും ഖൈറ് കിട്ടിയാൽ ശുക്ർ ചെയ്യുന്നവനാവുക, രണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ ക്ഷമിക്കാൻ കഴിവുള്ളവനാവുക, 3 തെറ്റുകൾ സംഭവിച്ചാൽ ഇസ്തിഗ്ഫാർ ചെയ്യുക. ഈ 3 കാര്യങ്ങൾ ഉൻവാനു സആദ, വിജയത്തിൻ്റെ ലക്ഷണമാണ്. ഒരടിമ വിജയിക്കുന്നതിൻ്റെ ലക്ഷണമാണ്, അടയാളമാണ് ഈ 3 സ്വഭാവ ഗുണങ്ങൾ അവന് കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കിതാബ് വായിക്കാനും പഠിക്കാനും ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി ഷെയ്ഖ് ആദ്യം എന്ത് ചെയ്തു? അള്ളാഹുവിനോട് ഈ 3 വിശേഷണങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇഅ്ലം, നീ അറിയണം. ഇത് ഖുർആന്റെ രീതിയാണ്. ഇഅ്ലം ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഖുർആന്റെ രീതിയാണ്. അതേ രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചത് എഴുത്തിൽ. ഇഅ്ലം, നീ അറിയണം. അർഷദക അല്ലാഹു ലിതാഅതിഹി, അല്ലാഹു പിന്നെ ദുആ, അർഷദക അല്ലാഹു ലിതാഅതിഹി, അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാൻ അല്ലാഹു നിനക്ക് മാർഗം കാണിച്ചു തരട്ടെ, നേർവഴി കാണിച്ചു തരട്ടെ. അഥവാ അദ്ദേഹം അത്രയും ഇഖ്ലാസോടുകൂടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഈ എഴുത്തിലൂടെ ഈ വായിക്കുന്ന ആൾക്കാർക്ക് എന്താണ് ശിർക്ക്, അതിൻ്റെ ഗൗരവം എന്തെന്ന് മനസ്സിലായി അതിൽ നിന്ന് മാറി നിൽക്കാൻ അദ്ദേഹം അത്രയും ആഗ്രഹിക്കുന്നു, അത്രയും താല്പര്യം കാണിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ചെറിയൊരു കിതാബിന് ഇത്രയും സ്വീകാര്യത ലഭിച്ചത്. അത്രത്തോളം സ്വീകാര്യത ഈ കിതാബിന് ലഭിച്ചിട്ടുണ്ട്. കാരണം ആ ഷിർക്കിൻ്റെ അടിസ്ഥാനപരമായ 4 കാര്യങ്ങൾ പറയുന്ന ചെറിയൊരു ഗ്രന്ഥമാണ്. അതിന് ഇസ്ലാമിക ലോകത്ത് അത്രയും സ്വീകാര്യത ലഭിച്ചു. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, ഷിർക്കിൻ്റെ ആൾക്കാർ അത്രയും ഈ കിതാബിനെ പേടിക്കുന്നു, ഭയക്കുന്നു. എത്ര കണ്ട് ഈ കിതാബിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നോ, ഇല്ലാതാക്കാൻ കഴിയുമോ അത്രയും അവർ ശ്രമിക്കുന്നുണ്ട് ഈ കിതാബിനെ ഇല്ലാതാക്കാൻ. കാരണം അവരുടെ അടിത്തറ ഇളകുന്ന കിതാബാണ്. ഈ കിതാബ് പഠിച്ച ഒരാൾക്ക് എന്ത് ചെയ്യും? അവരുടെ ആ ബാത്തിൽ എത്രമാത്രം അന്ധകാരത്തിലാണ്, ജഹാലത്തിലാണ് അവരുള്ളത് എന്ന് ബോധ്യപ്പെടും. നമുക്കത് തീരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യും? ആ നിലയിൽ നമ്മൾ എത്തും ഇൻഷാ അല്ലാഹ്. അദ്ദേഹം പറഞ്ഞു തുടങ്ങാണ്, അന്നൽ ഹനീഫിയ്യത മില്ലത്തു ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മില്ലത്ത്, അതാണ് തൗഹീദിൻ്റെ അടിസ്ഥാനം. അന്നൽ ഹനീഫിയ്യത, ഹനീഫി ഇസ്ലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മില്ലത്ത് അതെന്താണ്? അൻ തഅബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ, അതാണ് അടിസ്ഥാനം. അൻ തഅബുദല്ലാഹ വഹ്ദഹു, നീ അല്ലാഹുക്ക് മാത്രം ഇബാദത്ത് ചെയ്യലാണ്. മുഖ്ലിസൻ ലഹുദ്ദീൻ, പൂർണ്ണമായും നിഷ്കളങ്കയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്ത് ചെയ്യലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മില്ലത്ത്. വബിദാലിക, ആ ഒരു കാര്യം കൊണ്ടാണ് അമറല്ലാഹു ജമീഅൻ നാസി, അദ്ദേഹം ആ 4 ഖായിദകൾ പറയുന്നതിൻ്റെ മുമ്പ് ഒരാമുഖം എന്നോണം പറയാണ്. വബിദാലിക അമറല്ലാഹു ജമീഅൻ നാസി, ഈ ഒരു കാര്യമാണ് എല്ലാ ജനങ്ങളോടും അല്ലാഹു കൽപ്പിച്ചത്. വഖലഖഹും ലഹാ, ഇതിനു വേണ്ടിയാണ് അല്ലാഹു അവരെ സൃഷ്ടിച്ചത്. എന്നിട്ട് അദ്ദേഹം തെളിവുതാണ്, കമാ ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പോലെ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് തഫ്സീർ നൽകി, ഇല്ലാ ലിയുവഹിദൂൻ, എനിക്ക് തൗഹീദുള്ളവരായി ജീവിക്കാൻ വേണ്ടിയിട്ടല്ലാതെ. അഥവാ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം എന്താണ്? തൗഹീദ് പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ആ തൗഹീദ് പൂർത്തീകരിക്കാത്തവൻ അവൻ്റെ ജീവിത ലക്ഷ്യത്തിൽ നിന്നും തെറ്റിപ്പോയവനാണ്, മാറിപ്പോയവനാണ്. അപ്പം മനുഷ്യൻ അല്ലാഹു സൃഷ്ടിക്കുകയും ആ മനുഷ്യർക്ക് വേണ്ടി ഈ ഭൂമിയെയും സകല വസ്തുക്കളെയും അല്ലാഹു സംവിധാനിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? മനുഷ്യരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്, അല്ലേ? അല്ലാഹു ഖുർആനിൽ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇതിനൊക്കെ പിറകിൽ എന്തുണ്ട്?
തൗഹീദിന് വേണ്ടിയാണ് ഈ ലോകത്തെയും ഇതിലുള്ള സകല സംവിധാനങ്ങളെയും അള്ളാഹു സംവിധാനിച്ചത്. അത് മാത്രമാണ് ലക്ഷ്യം. അപ്പോൾ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം തൗഹീദാണ്. തൗഹീദ് അനുസരിച്ച് ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, ഫഇദാ അറഫ്ത, നീ മനസ്സിലാക്കിയാൽ, അന്നല്ലാഹ ഖലഖക ലിഇബാദതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ സൃഷ്ടിച്ചത് അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നീ മനസ്സിലാക്കി. അപ്പോൾ എന്നെ അല്ലാഹു സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാണ്? തൗഹീദ് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ്. വേറൊരു ലക്ഷ്യം എൻ്റെ ജീവിതത്തിനില്ല. അത് നീ മനസ്സിലാക്കിയാൽ ഫഅലം, നിനക്ക് തിരിച്ചറിയാൻ കഴിയും, അന്നൽ ഇബാദത ലാ തുസമ്മ ഇബാദതൻ ഇല്ലാ മഅ തൗഹീദ്, നമ്മൾ ചെയ്യുന്ന ഏതൊരു ഇബാദത്തും ഏതൊരു നന്മയും അള്ളാഹു സ്വീകരിക്കുന്നത് തൗഹീദിൻ്റെ അടിസ്ഥാനത്തിലാണ്. തൗഹീദ് ഇല്ലാത്ത ഒരാളുടെ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കുകയില്ല. കമാ അന്ന സ്വലാത്ത, ഉദാഹരണം പറയാണ്, തിരിച്ചറിയാൻ വേണ്ടി, ബോധ്യപ്പെടാൻ വേണ്ടി. കമാ അന്ന സ്വലാത്ത ലാ തുസമ്മ സ്വലാത്തൻ, നിസ്കാരത്തെ നമ്മൾ നിസ്കാരം എന്ന് പറയൂല, ഇല്ലാ മഅ തഹാറ, ശുദ്ധീകരണത്തോടുകൂടി അല്ലാതെ. അപ്പോൾ വുളുവോടുകൂടി നിസ്കരിക്കുമ്പോഴേ നമ്മൾ എന്ത് പറയും? അതിന് നിസ്കാരം എന്ന് പറയൂല. അല്ലാതെ വുളു ചെയ്യാതെ ശുദ്ധി വരുത്താതെ ഒരാൾക്ക് നിസ്കരിക്കുന്നുണ്ട്, അത് നിസ്കാരമായിട്ട് പരിഗണിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരമായിട്ട് പരിഗണിക്കൂല. അതേപോലെ ശിർക്കിൽ നിന്നും പൂർണ്ണമായിട്ട് മുക്തമായാലേ നമ്മുടെ ഏതൊരു ഇബാദത്തും അല്ലാഹു പരിഗണിക്കുകയുള്ളൂ. ഫഇദാ ദഖല അശ്ശിർകു ഫിൽ ഇബാദതി ഫസദത്, നമ്മുടെ ഒരു ഇബാദത്തിൽ ഷിർക്ക് പ്രവേശിച്ചാൽ ഫസദത്, ആ ഇബാദത്തിനെ ഷിർക്ക് ഫസാദാക്കി കളയും, ബാത്തിലാക്കി കളയും. ഏതുപോലെ? കൽ ഹദസി, അശുദ്ധിയാകുന്നത് പോലെ. ഇദാ ദഖല ഫി തഹാറ, അശുദ്ധി തഹാറത്തിൽ പ്രവേശിച്ചാൽ, ഇപ്പം വുളു മുറിയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ വുളു എന്താവും? ഇല്ലാതാവും. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ ഇബാദത്തുകൾ ഇല്ലാതാവും, മുഴുവൻ ഇബാദത്ത് നഷ്ടപ്പെടുത്തും. ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചാൽ എല്ലാ അമലുകളും ഇല്ലാതാവും, ഒന്നും ബാക്കിയാവില്ല. ഏതുപോലെ? വുളു മുറിയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ വുളു ഇല്ലാതാകുന്നത് പോലെ, അതിനെ തുടർന്ന് നമ്മുടെ നിസ്കാരം ബാത്തിലാകുന്നത് പോലെ നമ്മുടെ ദീൻ ഇല്ലാതാവും, ഫാസിദാവും. فإذا عرفت أن الشرك إذا خالت العبادة أفسدها, നിങ്ങൾ മനസ്സിലാക്കിയ അന്ന ഷിർക്ക് ഇദാ ഖാലത അൽ ഇബാദ, ഷിർക്ക് ഒരു ഇബാദത്തുമായിട്ട് കൂടിക്കലർന്നാൽ അഫ്സദഹ, ആ ഇബാദത്തിനെ ഷിർക്ക് ബാത്തിലാക്കി കളയും, നഷ്ടപ്പെടുത്തി കളയും. വ അഹ്ബതൽ അമല, ആ അമലിനെ പൊളിച്ചു കളയും. വസാറ സാഹിബുഹു ഫിൽ മിനൽ ഖാലിദീന ഫിന്നാരി, അത് ചെയ്യുന്ന ആള് ശാശ്വതരായി നരകത്തിലായിരിക്കും. അപ്പോൾ ഇതാണ് ഒരു ഷിർക്കിൻ്റെ ഗൗരവം. ഷിർക്ക് ജീവിതത്തിൽ വന്നാൽ ഓനെന്താണ്? ഓൻ്റെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കുകയില്ല. നാളെ ആഖിറത്തിൽ ഓൻ കാലാകാലം നരകത്തിലായിരിക്കും. അപ്പോൾ നീ എന്ത് മനസ്സിലാക്കി? അറഫ്ത അന്ന അഹമ്മ മാ അലൈക മഅരിഫതു ദാലിക്, അപ്പോൾ നിനക്ക് മനസ്സിലായി നീ അറിയേണ്ടതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഷിർക്കിനെ സംബന്ധിച്ചാണ്. എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ലഅല്ല അല്ലാഹ അൻ യുഖല്ലിസക മിൻ ഹാദിഹി ശബക, ഈ വലയിൽ നിന്നും അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തട്ടെ. ദുആണത്. ഈ വലയിൽ നിന്നും അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തട്ടെ. ഇതിൻ്റെ ശാരീഹ്യങ്ങൾ, ഇതിനെ വിശദീകരിച്ച ആൾക്കാർ പറഞ്ഞു, ഇവിടെ അദ്ദേഹം അശബക, വല എന്നുപയോഗിച്ചത് അത് ഷിർക്കിൻ്റെ പല വഴികളെ സംബന്ധിച്ചാണ്. നമ്മളിപ്പം ഈ ഒരു വേടൻ വല വിരിച്ചു മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട്, വേട്ടയിടാൻ വേണ്ടിയിട്ട്. ആ വലക്ക് പല വഴികളുണ്ടാവും. ഷിർക്കിനതാണ്, പല വഴികളാണ്. ഏത് വഴിയിലെ പോയാലും കുടുങ്ങും. ദീനോ മൻഹജിനോ ഒറ്റ വഴിയേ ഉള്ളൂ, സിറാത്തുൽ മുസ്തഖീം. ഷിർക്കിന് പല വഴികളാണ്. ഏത് വഴിയിലെ പോയാലും എന്ത് ചെയ്യും? അവസാന നരകത്തിലേക്കാണ്. അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനാണ് അദ്ദേഹം ഈ വലയിൽ നിന്നും അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞത്. ആ വല ഇതാണ്, വഹിയ
അശ്ശിർക്കു ബില്ലാഹി, അത് അല്ലാഹുവിൽ ശിർക്ക് ചെയ്യുന്ന കാര്യമാണ്. അല്ലദീ ഖാല അല്ലാഹു തആല ഫീഹി, ആ ശിർക്കിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ശിർക്ക് മാപ്പാക്കുകയില്ല. എന്നാൽ ആഖിറത്തിലുള്ള അവസ്ഥയാണ്. എന്നാൽ ആഖിറത്തിലെത്തിയാൽ മുശ്രിക്കിന് ഒരിക്കലും അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു റഹ്മത്തും പ്രതീക്ഷിക്കാൻ കഴിയില്ല. പക്ഷെ ശിർക്കല്ലാത്ത മറ്റേത് പാവത്തിനും അല്ലാഹുവിൻ്റെ അടുക്കൽ ഒരു പ്രതീക്ഷയുണ്ട്. അല്ലാഹു എന്ത് ചെയ്യും? ചിലപ്പം മാപ്പാക്കും, ഇല്ലെങ്കിൽ അവനെ ശിക്ഷിക്കും. ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ, അല്ലാഹു നീ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണ്, നീ മാപ്പാക്കുകയാണെങ്കിൽ നീ എത്രയോ കരുണയുള്ളവനാണ് നിന്റെ അടിമകളോട്. അപ്പം അത് ശിർക്കല്ലാത്തവർക്കാണ്. ശിർക്ക് സംഭവിച്ചാൽ പിന്നെ എന്തില്ല? അള്ളാഹിൻ്റെ ഒരു റഹ്മത്ത് നാളെ ആഖിറത്തിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, പിന്നെ വിഷയത്തിലേക്ക് അടുക്കുകയാണ്. വദാലിക ബിമഅരിഫതി അർബഇ ഖവാഇദ. ഇനി ഈ ശിർക്കിനെ സംബന്ധിച്ച് നീ മനസ്സിലാക്കേണ്ടത് 4 അടിസ്ഥാന കാര്യങ്ങളാണ്. ذكره الله تعالى في كتابه. ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ 4 കാര്യങ്ങളും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അൽ ഖാഇദത്തുൽ ഊല. എന്നിട്ട് വിഷയത്തിലേക്ക് കടന്നു. ഒന്നാമത്തെ ഖാഇദ, അൻ തഅലം, നീ മനസ്സിലാക്കലാണ്, അന്നൽ കുഫാറ അല്ലദീന ഖാതലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുവായി പ്രഖ്യാപിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്തതായ കാഫിരീങ്ങൾ മുഖിറൂന ബിഅന്ന അല്ലാഹ തആല ഹുവൽ ഖാലിഖു, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവരെ സൃഷ്ടിച്ചത്, അവനാണ് സൃഷ്ടാവ് എന്ന് അംഗീകരിക്കുന്നവരായിരുന്നു എന്ന് നീ മനസ്സിലാക്കണം. അഥവാ മക്കത്തെ മുശ്രിക്കീങ്ങൾ അവരുടെ സൃഷ്ടാവായിട്ട് അംഗീകരിച്ചത് ആരെയാണ്? അല്ലാഹുവിനെയാണ്. ഹുവൽ വൽ മുദബ്ബിറു, അല്ലാഹുവാണ് മുദബ്ബിർ, ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണെന്ന് അവർ അംഗീകരിച്ചിരുന്നു. വഅന്ന ദാലിക ലം യുദ്ഖിൽഹും ഫിൽ ഇസ്ലാം, പക്ഷെ ഈ ഒരു അംഗീകാരം, അവരെ സൃഷ്ടിച്ചവർ അല്ലാഹുവാണ്, അതുപോലെ തന്നെ അവരെ നിയന്ത്രിക്കുന്നതും അല്ലാഹുവാണ് എന്ന് അവർ അംഗീകരിച്ചിരുന്നു. ആ അംഗീകാരം ലം യുദ്ഖിൽഹും ഫിൽ ഇസ്ലാം, അവരെ ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല. ഇപ്പം മക്കത്തെ മുശ്രിക്കുന്നുണ്ട്, അള്ളാഹുവാണ് അവരെ സൃഷ്ടിച്ചതെന്നും അള്ളാഹുവാണ് അവരെ നിയന്ത്രിക്കുന്നതെന്നും അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം അവർ എന്ത് ചെയ്തിട്ടില്ല? മുസ്ലിം ആയിട്ടില്ല. വദ്ദലീലു ഖൗലുഹു തആല, അതെന്താണ് തെളിവ്? അള്ളാഹു പറഞ്ഞ വാക്കാണ് സൂറത്ത് യൂനുസ് 31-ാമത്തെ ആയത്ത്. ഖുൽ, പ്രവാചകൻ അങ്ങ് പറയുക, മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് ആരാണ് റിസ്ക് നൽകുന്നതെന്ന് താങ്കൾ അവരോട് ചോദിച്ചാൽ, അതല്ല അമ്മൻ യംലികു സ്സമഅ വൽ അബ്സാറ, നിങ്ങളുടെ കാഴ്ചകളെയും കേൾവിയെയും ആരാണ് ഉടമപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും ആരാണ് പുറത്തു കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ, വമൻ യുദബ്ബിറുൽ അംറ, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ, ഫസയഖൂലൂന അല്ലാഹു, അവർ പറയും അല്ലാഹുവാണ്. ഫഖുൽ അഫലാ തത്തഖൂൻ, അല്ലാഹു ആയത്തെ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? അപ്പം ഈ കാര്യങ്ങളൊക്കെ ആരാണ് ചെയ്യുന്നത് വെച്ചാൽ അവർ എന്ന് മറുപടി പറയും അല്ലാഹു ആണെന്ന് പറയും. പിന്നെ അല്ലാഹു ആയത്തെ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഫഖുൽ അഫലാ തത്തഖൂൻ, പിന്നെ എന്ത് ആ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കാത്തത്, ശ്രദ്ധിക്കാത്തത്? ഈ ആയത്ത് ഓതിയാൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയും ആ അല്ലാഹു എന്തല്ല, നമ്മുടെ ഈ അല്ലല്ല, അവർ പറയുന്ന അല്ലാഹ് വേറെ ഏതോ സാങ്കല്പിക അല്ലാഹു ആണെന്ന് അവർ പറയും. പക്ഷെ ആ ഒരു വാദത്തെ ഖണ്ഡിക്കാൻ അല്ലാഹു ആയത്തിന്റെ അവസാനം എന്ത് പറഞ്ഞത്? ഫഖുൽ അഫലാ തത്തഖൂൻ, അല്ലേ? പ്രവാചകർ അവർ ഇങ്ങനെ ചോദിച്ചാൽ അവരെന്ത് പറയും? അല്ലാഹു ആണെന്ന് പറയും. അപ്പം പ്രവാചകരെ താങ്കൾ അവരോട് എന്ത് ചോദിക്കണം? പിന്നെന്തേ ആ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കാത്തത്? അപ്പം എന്ത് മനസ്സിലായി?
അവർ പറയുന്ന അല്ല ഈ അല്ല എന്ന് മനസ്സിലായല്ലോ. അവർ പറയുന്ന അല്ല ഈ അല്ല അല്ലെങ്കിൽ പിന്നെ അല്ല എന്ത് പറയില്ല? അഫലാ തത്തഖൂൻ എന്ന് പറയില്ല. ആ അള്ളാഹുവിന് എന്ത് നിങ്ങൾ സൂക്ഷിക്കാത്തതെന്ന് ചോദിക്കൂല. നിങ്ങൾ എന്ത് ഈ അള്ളാഹിനെ മനസ്സിലാക്കാത്തതെന്നേ ചോദിക്കൂലു. തിരിഞ്ഞ അപ്പൊ അവർ പറയുന്ന ആ ഒരു വാദത്തിന് ആയത്തിൽ തന്നെ എന്തുണ്ട്? മറുപടി ഉണ്ട്. വേറെ കുറച്ച് ചില ആയത്തുകൾ. ഒന്ന് സൂറത്തുൽ ലുഖ്മാൻ 25-ാമത്തെ ആയത്ത്. സൂറത്തുൽ ലുഖ്മാൻ അത് കിതാബിൽ ഉണ്ടാവില്ല. കിതാബ് അദ്ദേഹം ഒരായത്തെ തെളിവായിട്ട് കൊടുക്കുന്നുള്ളൂ. ഒരായത്ത് ധാരാളം. പക്ഷെ നമ്മളെന്താണ് അറിവിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ആയത്തുകൾ പറയുന്നു എന്ന് മാത്രം. സൂറത്തുൽ ലുഖ്മാന്റെ 25-ാമത്തെ ആയത്ത്. വല ഇൻ സഅൽതഹും, പ്രവാചകരെ താങ്കൾ അവരോട് ചോദിച്ചാൽ, മൻ ഖലഖസ് സമാവാതി വൽ അർള, ഭൂമി ആകാശങ്ങളെ ആരാണ് സൃഷ്ടിച്ചതെന്ന് മക്കത്തെ മുശ്രിക്കീങ്ങളോട് താങ്കൾ ചോദിച്ചാൽ അവർ പറയും ലയഖൂലുന്നല്ലാഹു, അതാരാണ്? അത് അല്ലാഹു ആണെന്ന് അവർ മറുപടി പറയും. അതുപോലെ തന്നെ സൂറത്ത് മുഅ്മിനൂൻ 84 മുതൽ 89 വരെയുള്ള ആയത്തുകൾ. സൂറത്തുൽ മുഅ്മിനൂൻ. ഖുൽ ലിമനിൽ അർളു വമൻ ഫീഹാ ഇൻ കുൻതും തഅലമൂൻ. അല്ലാഹു ചോദിക്കണം, ഖുൽ, പ്രവാചകർ താങ്കൾ അവരോട് ചോദിക്കൂ, ലിമനിൽ അർളു വമൻ ഫീഹാ, ഈ ഭൂമിയും അതിലുള്ള സകല വസ്തുക്കളും സകല ആൾക്കാരും അത് ആരുടെ അധീനതയിലാണ്? ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾ പറ. അപ്പൊ അവർ പറയും സയഖൂലൂന ലില്ലാഹി, ഇതൊക്കെ ആരുതാണ്? അള്ളാഹുവിൻ്റെതാണ്. ഖുൽ അഫലാ തദക്കറൂൻ, അപ്പൊ പ്രവാചകരെ നിങ്ങൾ ചോദിക്കുക, അഫലാ തദക്കറൂൻ, പിന്നെന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? ഇതൊക്കെ അള്ളാഹുവിൻ്റെതാണെങ്കിൽ പിന്നെന്താ അള്ളാഹിനെ പറ്റി നിങ്ങൾ ഓർക്കാത്തത്? ഖുൽ, പ്രവാചകർ അവരോട് നിങ്ങൾ ചോദിക്കും, മൻ റബ്ബുസ് സമാവാതി സബ്ഇ വറബ്ബുൽ അർശിൽ അദീം, 7 ആകാശങ്ങളുടെയും ഈ മഹത്തായ അർഷിന്റെയും ഉടമസ്ഥനാരാണ്? റബ്ബാരാണെന്ന് അവരോട് ചോദിക്കും. ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈ, എല്ലാ വസ്തുക്കളുടെയും അധികാരം ആരാണെന്ന് നിങ്ങളോട് ചോദിക്കും. വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുൻതും തഅലമൂൻ, എല്ലാ ആൾക്കാരും അവനിലേക്ക് ആവശ്യക്കാരാണ്, അവൻ ആരിലേക്കും ആവശ്യക്കാരനല്ല. അങ്ങനത്തെ ഇതൊക്കെ ആരാണ് നിങ്ങൾ അവരോട് ചോദിക്കും. സയഖൂലൂന ലില്ലാഹി, അവർ പറയും ഇതൊക്കെ അല്ലാഹുവിൻ്റെതാണ്. ഖുൽ ഫഅന്നാ തുസ്ഹറൂൻ, പിന്നെന്താ നിങ്ങൾ തെറ്റിക്കപ്പെട്ടത്? അവിടെ നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ ചോദിച്ചാൽ അവർ ശരിയായ മറുപടിയാ പറയാ, ശരിയായ മറുപടിയാണ്. പിന്നെ റസൂലേക്ക് ഖുൽ ഫഅന്നാ തുസ്ഹറൂൻ, പിന്നെന്താ നിങ്ങൾ ആ അള്ളാഹുവിൽ നിന്നും തെറ്റിക്കപ്പെട്ടത്? അപ്പൊ അവർ പറഞ്ഞ അള്ളാഹു ആരാണ്? റസൂൽ പറയുന്ന ഈ അള്ളാഹുവിനെ തന്നെയാണ്. അപ്പൊ ഇത്രയും ആയത്തുകളിൽ വ്യക്തമാണ് നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ ഖായിദ. എന്ത്? മക്കത്തെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിനെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചവരായിരുന്നു. അവരുടെ സൃഷ്ടാവായിട്ടും റാസിഖായിട്ടും മുദബ്ബിറായിട്ടും ഇതിൻ്റെയൊക്കെ മാലിക്കായിട്ടും അള്ളാഹുവിനെ അംഗീകരിച്ചവരായിരുന്നു മക്കത്തെ മുശ്രിക്കീങ്ങൾ. അതിന് ഇത്രയും ഖുർആന്റെ ആയത്തുകൾ ദലീലായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഓതുകയും ചെയ്തു. അതാണ് ഒന്നാമത്തെ ഖായിദ. അൽ ഖായിദത്തു സാനിയ, രണ്ടാമത്തത്, അന്നഹും യഖൂലൂന, അന്നഹും ആരാ? അവർ. ആര്? മക്കത്തെ മുശ്രിക്കീങ്ങൾ. യഖൂലൂന, അവർ പറയും, മാ ദഅൗനാഹും, നമ്മൾ അവരോട് ദുആ ചെയ്തിട്ടില്ല. ആരോട്? ആ ഇന്ന് മക്കത്തുണ്ടായ രൂപങ്ങളോട്, വിഗ്രഹങ്ങളോട്, ലാത്ത് മനാത്ത് ഉസ്സ പോലെ, അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാം, ഇവരുടെയൊക്കെ രൂപങ്ങളാണ് കാബയ്ക്ക് ചുറ്റുണ്ടായത്. അവരോട് നമ്മൾ ദുആ ചെയ്തിട്ടില്ല. വതവജ്ജഹ്നാ ഇലൈഹിം, നമ്മൾ അവരിലേക്ക് തിരിഞ്ഞിട്ടില്ല. ഇല്ലാ ലിതലബിൽ ഖുർബതി വശഫാഅ, അവരോട് അള്ളാഹുലേക്കുള്ള സാമീപ്യം ചോദിച്ചിട്ടല്ലാതെ, അവരോട് അള്ളാഹുവിനോടുള്ള ഷഫാഅത്തിനെ ചോദിച്ചിട്ടല്ലാതെ നമ്മൾ അവരിലേക്ക് തിരിഞ്ഞിട്ടില്ല. അഥവാ മക്കത്തെ മുശ്രിക്കീങ്ങൾ അന്ന് ആ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ചെയ്ത കാര്യം എന്താണ്? അള്ളാഹുലേക്കുള്ള സാമീപ്യം അവരോട് ചോദിച്ചു. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഷഫാഅത്തിനെ അവരോട് ചോദിച്ചു. ഈ 2 കാര്യങ്ങളാണ് മക്കത്തെ മുശ്രിക്കീങ്ങൾ എന്താക്കിയത്? അവരുടെ ആലിഹത്തുകളോട് ചോദിച്ചത്. മനസ്സിലായില്ലേ? മറിച്ചെന്തില്ല, ആ വിഗ്രഹങ്ങളാണ് നമ്മളെ സൃഷ്ടിച്ചതെന്നോ, ആ വിഗ്രഹങ്ങളാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതെന്നോ,
ആ വിഗ്രഹങ്ങളാണ് മഴ പെയ്യിപ്പിക്കുന്നതെന്നോ രോഗം മാറ്റുന്നതെന്നോ രോഗം നൽകുന്നവനെന്നോ ജീവിപ്പിക്കുന്നവനെന്നോ മരിപ്പിക്കുന്നവനെന്നോ എന്നൊന്നും മക്കത്തെ മുശ്രിക്കുകൾ എന്താക്കിയിട്ടില്ല, വിശ്വസിച്ചിട്ടില്ല. അവർ മനസ്സിലാക്കി ചെയ്ത തെറ്റെന്താണ്? ആ വിഗ്രഹങ്ങളുടെ അടുക്കലേക്ക് ഈ രണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ഒന്ന്, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സാമീപ്യം. രണ്ട്, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഷഫാഅത്ത്. ഈ രണ്ട് കാര്യങ്ങളാണ് അവർ ആവശ്യപ്പെട്ടത്. എന്താണ് തെളിവ്? ഫദലീലുൽ ഖുർബ. അവർ അള്ളാഹു അല്ലാത്തവരോട് സാമീപ്യം ആവശ്യപ്പെട്ടു എന്നതിന് തെളിവ് എന്താണ്? ഖൗലുഹു തആല, അള്ളാഹുവിൻ്റെ വാക്കാണ്. സൂറത്തു സുമറിലെ 3-ാമത്തെ ആയത്ത്. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ. അള്ളാഹുവിന് പുറമെ ഔലിയാക്കന്മാരെ സ്വീകരിച്ചവർ, കൂട്ടാളികളെ സ്വീകരിച്ചവർ, അവർ പറയും മാ നഅബുദുഹും, ഈ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ഇബാദത്തുകൾ ചെയ്യുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, ഈ വിഗ്രഹങ്ങൾ നമ്മളെ അള്ളാഹുവിലേക്ക് പടിപടിയായി അടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ലാതെ, ഇല്ലാ ലിയുഖർരിബൂന, അവർ നമ്മളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ലാതെ, ഇലല്ലാഹി, അള്ളാഹുവിലേക്ക്, സുൽഫ, പടിപടിയായിട്ട്, ഘട്ടം ഘട്ടമായിട്ട്. ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ, അവർ ഏതൊരു വിഷയത്തിലാണോ അഭിപ്രായ വ്യത്യാസത്തിലായത് ആ വിഷയത്തിൽ അള്ളാഹു അവർക്കിടയിൽ വിധി തീർപ്പ് നടത്തും. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ, നിഷേധിയും കളവ് പറയുന്നവനായ അവർക്ക് അള്ളാഹു ഹിദായത്ത് നൽകുകയില്ല. ഈ ആയത്താണ് തെളിവ്. സൂറത്തു സുമറിലെ 3-ാമത്തെ ആയത്ത്. അപ്പം അവർ അള്ളാഹുവിനെ അംഗീകരിച്ചിരുന്നു. ആ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ആ വിഗ്രഹങ്ങളെ സമീപിച്ചത്. രണ്ടാമത്തത് വദലീലു ഷഫാഅ, അവർ അള്ളാഹു അല്ലാത്തവരോട് ഷഫാഅത്തിന് ആവശ്യപ്പെട്ടു, അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശകരായിട്ട് മറ്റുള്ളവരെ സ്വീകരിച്ചു എന്നതിന് തെളിവെന്താണ്? ഖൗലുഹു തആല വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്ത്. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ അവർ എന്ത് ചെയ്യും? ഇബാദത്തുകൾ ചെയ്യും, അഥവാ സുജൂദ് ചെയ്യും, നേർച്ച വഴിപാടുകൾ ചെയ്യും, ഇസ്തിഗാസ ചെയ്യും, ദുആ ചെയ്യും, ഇസ്തിആനത്ത് നടത്തും. ആരോട്? മാ ലാ യദുർറുഹും, അവർക്കൊരു ഉപദ്രവം ചെയ്യാത്ത വസ്തുക്കൾക്ക് മുമ്പിൽ, വലാ യൻഫഉഹും, അവർക്കൊരു ഉപകാരവും ചെയ്യാത്ത വസ്തുക്കൾക്ക് മുമ്പിൽ. വയഖൂലൂന, എന്നിട്ട് അവർ പറയും ഹഉലാഇ ശുഫആഉന ഇൻദല്ലാഹ്, അവർ അല്ലാഹുവിൻ്റെ അടുക്കൽ നമുക്ക് ശുപാർശകരായിട്ട് വരുമെന്ന് അവർ പറയുകയും ചെയ്യും. സൂറത്ത് യൂനുസിന്റെ 18-ാമത്തെ ആയത്ത്. അപ്പൊ ഈ രണ്ട് ആയത്തുകളാണ് അടിസ്ഥാനം. മക്കത്തെ മുശ്രിക്കുകൾ ചെയ്ത ശിർക്ക് എന്താണ്? അവർ അള്ളാഹുവിനെ നിഷേധിച്ചതല്ല, മറിച്ച് അള്ളാഹുവിലേക്ക് അടുപ്പം സിദ്ധിക്കാൻ വേണ്ടി മറ്റുള്ളവരെ സമീപിച്ചു. അള്ളാഹുവിൻ്റെ അടുക്കൽ ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി മറ്റൊരാളോട് ആവശ്യപ്പെട്ടു. ഈ രണ്ട് കാര്യങ്ങളാണ് അവർക്ക് ശിർക്ക് സംഭവിച്ചത്. ഈ രണ്ട് കാര്യത്തിലാണ്. ഇനി ഇവർ ആരോടാണ് ചോദിച്ചത്? ഇവർ ഈ ഷഫാഅത്തിന് ചോദിച്ചല്ലോ, അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി സാമീപ്യത്തിന് വേണ്ടി ചോദിച്ചല്ലോ. ആരോട്? അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആദ്യമായിട്ട് ഷിർക്ക് സംഭവിച്ചത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിലാണ്. അവർക്ക് എങ്ങനെ ഷിർക്ക് സംഭവിക്കുന്നത്? അവരിൽ ഒരു വിഭാഗം ആൾക്കാർ 5 മഹത്തുക്കളുടെ പേരാണ് ഖുർആൻ എടുത്തു പറഞ്ഞത്. വദ്ദൻ വല സുവാഅൻ വല യഊഖ വയഗൂസ വനസ്റ, 5 മഹാന്മാരുടെ പേരുകളാണ്. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദിഹി അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹ്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിലുള്ള സാലിഹീങ്ങളായ 5 ആൾക്കാരുടെ പേരുകളാണ് ആ പറയപ്പെട്ടത്. ആ സാലിഹീങ്ങൾ മരണപ്പെട്ടു. അപ്പം ആ നല്ല ആൾക്കാർ, മഹത്തുക്കൾ മരണപ്പെട്ടപ്പോൾ അവരുടെ ഓർമ്മക്കായിട്ട് അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കാൻ പിശാച് അവരെ മന്ത്രിച്ചു. അങ്ങനെ അവരുടെ ഓർമ്മക്കായിട്ട് എന്ത് ചെയ്തു? അവർ രൂപങ്ങൾ ഉണ്ടാക്കി. വസമ്മൂഹാ ബി അസ്മാഇഹിം, അവരുടെ പേരുകൾ തന്നെ ആ രൂപങ്ങൾക്ക് നൽകുകയും ചെയ്തു. ഇത് എന്താണ്? യഊഖ്, യഊസ്, യഊസ്, നസ്ർ, അങ്ങനെ 5 ആൾക്കാരുടെ പേരുകളും ആ രൂപങ്ങൾക്ക് നൽകി. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം എന്ത് ചെയ്യും? അതിനെ പോയിട്ടൊന്ന് നോക്കും. അപ്പോൾ ഇവർക്കൊരു സമാധാനവും സന്തോഷം. കാരണം അവർക്കിടയിൽ ജീവിച്ച് മരിച്ചുപോയ മഹത്തുക്കളുടെ രൂപങ്ങളാണ്. അബ്ദുല്ലാഹ് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു,
ആ ഒരു തലമുറ കഴിഞ്ഞു. അടുത്തൊരു പുതിയൊരു തലമുറ വന്നു. ഫനുസിഖൽ ഇൽമു ഫഉബിദത്. ആ ഒരു പുതിയൊരു തലമുറ വന്നപ്പോൾ അവർക്ക് ഈ രൂപങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് ഇല്ലാതായി. ഇതെന്തിനാണ് ഈ രൂപം ഉണ്ടാക്കി വെച്ചത്, ആരായിരുന്നുള്ള അറിവ് ഇല്ലാതായി. ഫഉബിദത്. അങ്ങനെയാണ് ഭൂമി ലോകത്ത് ആദ്യമായിട്ട് അല്ലാഹു അല്ലാത്തൊരാൾക്ക് ഇബാദത്ത് ചെയ്യപ്പെടുന്നത്. അപ്പം മനുഷ്യ സമൂഹത്തിലേക്ക് ശിർക്ക് കടന്നത് എങ്ങനെയാണ്? സാലിഹ്യങ്ങളുടെ രൂപങ്ങൾക്ക് മുമ്പിലൂടെയാണ്. അതേ രൂപങ്ങളാണ് പിന്നീട് എന്ത് ചെയ്തത്? അറബികളിലേക്ക് എത്തിയത്. അതേ രൂപങ്ങളാണ് പിന്നീട് അറബികളിലേക്ക് എത്തിയത്. കാരണം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, സഹാബി പറയാണ്, സാറത്തിൽ ഔസാനുല്ലതി കാനത് ഫീ ഖൗമി നൂഹിൻ ഫിൽ അറബി ബഅദു. അന്ന് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങൾ, അതാരുടെ വിഗ്രഹങ്ങളാ? ആ 5 മഹത്തുക്കളുടെ രൂപങ്ങൾ. ആ 5 മഹത്തുക്കളുടെ രൂപങ്ങൾ പിന്നീട് ഏടക്കെത്തി? അറബികളിലേക്കും എത്തി. എന്നിട്ട് ഓരോ വിഗ്രഹങ്ങളും ആർക്കായിരുന്നു? ഇബ്നു അബ്ബാസ് വ്യക്തമായിട്ട് പറയാണ്, അമ്മ വദ്ദുൻ, വദ് എന്ന രൂപം കാനത് ലികൽബിൻ ബിദൗമത്തിൽ ജന്ദൽ, അത് കൽബ് ഗോത്രത്തിനുള്ളതാണ്. ഇപ്പം കൽബ് ഗോത്രത്തിന്റെ അള്ളാഹു അല്ലാത്ത ആൾക്കാർക്കും അവർ ശിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കാണ് ചെയ്തത്? വദ്ദിന് വേണ്ടിയിട്ടാണ്. അമ്മ സുവാ ആർക്കുള്ളതാണ്? കാനത്ത് ലി ഹുദൈൽ, ഹുദൈൽ ഗോത്രത്തിനുള്ളതാണ്. യഹൂസ് മുറാദ് ഗോത്രത്തിനുള്ളതാണ്. യഊഖ് ഹംദാൻ ഗോത്രത്തിനുള്ളതാണ്. നസ്ർ ലി ഹിമ്യറ ലി ആലിദിൽ കഅ, ഹിമ്യറ ഗോത്രത്തിനുള്ളതാണ്. അങ്ങനെ ആ 5 രൂപങ്ങളും ഈ 5 ഗോത്രങ്ങൾക്കുള്ള ആരാധ്യ വസ്തുക്കളായി മാറി. അഥവാ അന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാമിൽ എങ്ങനെയാണോ ശിർക്ക് സംഭവിച്ചത് ആ സമൂഹത്തിൽ, അതേപോലെയാണ് പിന്നീട് ആരിലും സംഭവിക്കുന്നത്? മക്കത്തെ മുശ്രിക്കുകളിലും ശിർക്ക് സംഭവിക്കുന്നത്. ഇനി അവരിലേക്ക്, മക്കത്തെ മുശ്രിക്കുകളിലേക്ക്, അവർ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ പാരമ്പര്യത്തിലായിരുന്നു. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മക്കത്തെ മുശ്രിക്കുകൾ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ പാരമ്പര്യത്തിലായിരുന്നു, തൗഹീദിലായിരുന്നു. ഏതുപോലെ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിലേക്ക് എത്തുന്ന ആ 10 തലമുറ കുല്ലുഹും ഫി തൗഹീദ്, അവരൊക്കെ തൗഹീദിലായിരുന്നു. പിന്നീടാണ് ഈ 5 മഹത്തുക്കളുടെ രൂപത്തിലൂടെ അവരിലേക്ക് ശിർക്ക് സംഭവിച്ചത്. അതേപോലെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളായ അറബികൾ, അവർ പാരമ്പര്യമായിട്ട് ഇസ്ലാമിൽ തൗഹീദിലായിരുന്നു. ആദ്യമായിട്ട് അവരിലേക്ക് ഒരു വിഗ്രഹം കൊണ്ടുവരുന്ന ആരാണ്? അൽ ഖുസാഇ എന്നൊരു വ്യക്തിയാണ് എന്ത് ചെയ്തത്? ആദ്യമായിട്ട് മക്കത്തേക്ക് ഒരു വിഗ്രഹം കൊണ്ടുവരുന്നത്. അദ്ദേഹം ഷാമിലേക്ക് യാത്ര പോയി. ആ ഷാമിൽ എന്ത് ചെയ്തു? ഒരു വിഗ്രഹങ്ങൾ കണ്ടു. വിഗ്രഹത്തിന് മുമ്പിൽ നേർച്ച ഒരുപാടുകൾ ചെയ്യുന്ന, ഇബാദത്തുകൾ ചെയ്യുന്നത് കണ്ടു. അവിടുന്ന് ഒരു വിഗ്രഹത്തെ കൊണ്ടുവന്നു. ആ ഒരു വിഗ്രഹം കാബക്ക് എടുത്തു വെച്ചു. ചരിത്രം പരിശോധിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിൻ്റെ ഒരു 300 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ റസൂൽ ജനിക്കുന്നതിൻ്റെ 300 വർഷം വരെ എന്താണ്? അവർ തൗഹീദിലായിരുന്നു, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ പാരമ്പര്യത്തിലായിരുന്നു. അവിടെ നിന്നാണ് ഈ രൂപത്തിൽ പിന്നീട് അവർ തെറ്റിപ്പോയത്. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതയിൽ സംഭവിച്ചത് അതേപോലെ. അപ്പോൾ ആ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ഇവർ എന്താക്കിയത്? 2 കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത്. ഒന്ന്, അവരോട് ഷഫാഅത്തിനെ ചോദിച്ചു. 2, അള്ളാഹുവിലേക്കുള്ള സാമീപ്യത്തെ ചോദിച്ചു. ഇതാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ജാറത്തിനടുക്കൽ പോകുന്ന ഒരാൾ ഒരിക്കലും പറയില്ല അത് അള്ളാഹ്ന്ന് വിശ്വസിച്ചാണ് ഞാൻ പോകുന്നത്. അങ്ങനെ പറയോ? ഇല്ല. എന്താ പറയാ? മഹത്തുക്കൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് അവരല്ലാതെ വേറെ ആരല്ല, നമ്മൾ തെറ്റുകാരാണ്, പാപികളാണ്. നമ്മളെ മുന്നേ നടന്ന മഹത്തുക്കളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? അള്ളാഹുവിലേക്ക് എത്താം. മക്കത്തെ മുശ്രിക്ക് എന്ന് പറഞ്ഞ അതേ വാക്ക്. അവരെ നമ്മൾക്ക് അള്ളാഹുവിന്റെ അടുക്കലേക്ക് എന്തെങ്കിലും ഷഫാഅത്ത് ചെയ്യാൻ ഉണ്ടാവും. നമുക്കൊന്നും എന്തെങ്കിലും ആണെന്ന് വായി തുറക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ അവരോട് ഷഫാഅത്തിനാണ് തേടുന്നത്. നമ്മൾ അവരോട് ദുആ ചെയ്യുന്നില്ല. നമ്മളെന്ത് ചെയ്യാണ്? ഷഫാഅത്തിനെ തേടാണെന്ന് പറയാം. ഏതുപോലെ ഹൗലാഇ ശുഫാഉന ഇൻദല്ലാഹ്. അപ്പോൾ മക്കത്തെ മുശ്രിക്കുകൾക്ക് സംഭവിച്ച 2 കാര്യങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കും. ഇതാണ് 2ാമത്തെ അടിസ്ഥാനം.
ഒന്നാമത്തത് അവർ അള്ളാഹുവിനെ മനസ്സിലാക്കിയവരായിരുന്നു, രണ്ടാമത്തത് ഈ രീതിയിലാണ് അവർക്ക് ശിർക്ക് സംഭവിച്ചത്. ഇനി ഷെയ്ഖ് റഹിമഹുല്ലാഹ് ഷഫാഅത്തിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാണ്. വശഫാഅത്തു ഷഫാഅത്താനി, ഷഫാഅത്ത് രണ്ട് രീതിയിലാണ്. ഒന്ന് ഷഫാഅത്തുൻ മൻഫിയ, രണ്ട് വശഫാഅത്തുൻ മുസ്ബത. ഒന്ന് അള്ളാഹു നിരോധിച്ചതായ ഷഫാഅത്ത്, വിലക്കപ്പെട്ടതായ ഷഫാഅത്ത്. രണ്ട് അള്ളാഹു അംഗീകരിച്ചതായ ദീനിൽ ഉള്ളതായ ഷഫാഅത്ത്. ഫശഫാഅത്തുൽ മൻഫിയ, നിരോധിക്കപ്പെട്ടതായ ഷഫാഅത്ത് എന്താണ്? മാ കാനത് തുത്ലബു മിൻ ഗൈരില്ലാഹി, അള്ളാഹു അല്ലാത്തവരോട് ആവശ്യപ്പെടുന്ന തേടപ്പെടുന്ന ഷഫാഅത്താണ്. ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ, അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള വിഷയത്തിൽ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കലാണ്. വദ്ദലീലു ഖൗലുഹു തആല, അതിൻ്റെ തെളിവെന്താണ്? യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, അൻഫിഖൂ മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്നും നിങ്ങൾ ചിലവഴിക്കുക. മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ, ഒരു ദിവസം വരുന്നതിൻ്റെ മുമ്പ്. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാഅ, അതിലെന്തില്ല, ഒരിടപാടുകൾ ഉണ്ടാവൂല, ഒരു ഉറ്റ സുഹൃത്തും ഉണ്ടാവൂല, വലാ ശഫാഅ, ഒരു ശഫാഅത്തും ഉണ്ടാവൂല. വൽ കാഫിറൂന ഹുമുദ്ദാലിമൂൻ, കാഫിരിങ്ങൾ അവരാണ് ളാലിമീങ്ങൾ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഫാഅത്ത് ഇല്ല എന്ന് പറഞ്ഞു. അതേതാ ഷഫാഅത്ത്? അള്ളാഹുവിൻ്റെ അനുവാദം ഇല്ലാത്ത, ഈ രീതിയിൽ അള്ളാഹു അല്ലാത്തവരോടുള്ള ഷഫാഅത്ത്. രണ്ടാമത്തത് വശഫാഅത്തുൽ മുസ്ബത, ദീൻ അംഗീകരിച്ച ഷഫാഅത്ത്. ഹിയല്ലതി തുത്ലബു മിനല്ലാഹി, അതാണെന്ത്? അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ആവശ്യപ്പെടുന്ന ഷഫാഅത്ത്, അള്ളാഹുവിനോട് തേടുന്ന ഷഫാഅത്ത്. എന്നിട്ട് ആ ഷഫാഅത്തിനെ അദ്ദേഹം വിശദീകരിക്കാൻ, വശാഫിഉ മുകറമുൻ ബിശ്ശഫാഅ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഷഫാഅത്ത് ചെയ്യുന്ന ആളുണ്ടല്ലോ. ഒന്നാമതായിട്ട് ഷഫാഅത്ത് ചെയ്യുന്ന റസൂലാണ്, പിന്നെ അമ്പിയാക്കന്മാർ, മുർസലീങ്ങൾ, മലക്കുകൾ, മുഅ്മിനീങ്ങൾ, മുവഹിദീങ്ങൾ, ഇവരൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഷഫാഅത്ത് ചെയ്യും. അപ്പോൾ ആ ഷഫാഅത്ത് ചെയ്യുന്ന ആള് മുകറമുൻ, ആദരിക്കപ്പെടുന്നവനാണ്, ബഹുമാനിക്കപ്പെടുന്നവനാണ്. ബിശ്ശഫാഅ, ആ ഷഫാഅത്തിൻ്റെ സ്ഥാനം അള്ളാഹു നൽകിയിട്ട്. അപ്പം ഷഫാഅത്തിന് അധികാരമുള്ളത് ആർക്കാണ്? അള്ളാഹു പ്രത്യേകം നൽകുന്ന സ്ഥാനമാണ്. അതാർക്കാ കൊടുക്കുക? അള്ളാഹു നിശ്ചയിച്ചവർക്ക് അള്ളാഹു കൊടുക്കും. പിന്നെ വൽ മശ്ഫൂഉ ലഹു, അതിന് ആർക്ക് വേണ്ടിയാണോ ഷഫാഅത്ത് ചെയ്യപ്പെടുന്നത് അവര് മൻ റളിയല്ലാഹു ഖൗലഹു വഅമലഹു, ആരുടെ അമലുകളും ആരുടെ വാക്കുകളുമാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്, തൃപ്തിപ്പെടുന്നത്, അവർക്ക് വേണ്ടിയേ ഷഫാഅത്ത് ചെയ്യാൻ അധികാരമുള്ളൂ. അഥവാ മുഅ്മിനീങ്ങൾക്ക്, മുവഹിദീങ്ങൾക്ക് വേണ്ടിയുള്ള ഷഫാഅത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാവുകയുള്ളൂ. ബഅദൽ ഇദ്നി, അതും അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം മാത്രം. അപ്പം അള്ളാഹു ഷഫാഅത്ത് സ്വീകരിക്കപ്പെടുന്ന ഷഫാഅത്ത് ഏതാണ്? ഒന്ന് മുവഹിദീങ്ങൾക്കുള്ള ഷഫാഅത്തായിരിക്കണം, രണ്ട് അള്ളാഹുവിൻ്റെ അനുവാദത്തിന് ശേഷമുള്ളതായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് സ്വീകരിക്കപ്പെടുന്ന ഷഫാഅത്തിന് നിബന്ധനയാക്കി വെച്ചിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയണം, കമാ ഖാല തആല, അള്ളാഹു പറഞ്ഞതുപോലെ, മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, ആരാണ് അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഷഫാഅത്ത് ചെയ്യാൻ ആരുണ്ട്? അപ്പം അള്ളാഹിൻ്റെ അനുവാദം വേണം. രണ്ട്, അത് മുവഹിദീങ്ങൾക്ക്, അള്ളാഹു തൃപ്തിപ്പെട്ട ആൾക്കാർക്കായിരിക്കണം. അള്ളാഹു തൃപ്തിപ്പെട്ട ആരാണ്? മുവഹിദീങ്ങൾ. അപ്പോൾ മുവഹിദീങ്ങൾക്കുള്ള ഷഫാഅത്ത് മാത്രം എന്ത് ചെയ്യുള്ളൂ? ഉപകാരപ്പെടുകയുള്ളൂ. അതും അള്ളാഹു അംഗീകരിച്ചു കൊടുത്ത ആൾക്കാർക്ക്. അപ്പോൾ ആരോടൊക്കെയോ ഷഫാഅത്ത് തേടുക, ആ ഷഫാഅത്ത് എന്തില്ല, എന്നാൽ ആഖിറത്തിൽ ഉപകാരപ്പെടൂല. ഈ രണ്ട് നിബന്ധനകൾ അവിടെ പാലിക്കപ്പെടണം. ഇതാണ് രണ്ടാമത്തെ ഖായിദ. പക്ഷെ അപ്പോൾ രണ്ട് ഖായിദ പൂർത്തിയായല്ലോ. ബാക്കി എന്ത് ചെയ്യുക? ചായ കുടിച്ചിട്ട് നമുക്ക് തുടരാം ഇൻഷാ അല്ലാഹ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.